യെസ്, അപ്പോൾ മോർണിംഗ് വാക്കിന്റെ പകുതി ഘട്ടം നമ്മൾ പിന്നിടുകയാണ്. നടന്ന് നമ്മളിങ്ങനെ വാർത്തകൾ പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ മറ്റൊരു വാർത്ത വരുന്നു, അതിലേക്ക് വളരെ പെട്ടെന്ന് പോകാം അല്ലേ? അതെ, സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. എലപ്പുള്ളിയിലെ വൻകിട മദ്യശാലയ്ക്കെതിരെ നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ CPI മന്ത്രിമാർ തീരുമാനത്തിനെതിരെ ശബ്ദമുയർത്തുമോ എന്നതാണ് മന്ത്രിസഭാ യോഗത്തെ ചുറ്റിപ്പറ്റി ഉയരുന്ന ചോദ്യം. മറ്റൊന്ന്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിലുണ്ട് എന്നറിയാൻ കഴിയുന്നു. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മന്ത്രിസഭാ യോഗമാണ്. അതിൽ എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല വിഷയം ചർച്ചയാകും. അതിൽ CPI മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഇതിനോടകം CPI വ്യക്തമാക്കിയിട്ടുണ്ട് ആ മദ്യനിർമ്മാണശാല അവിടെ വേണ്ട എന്നുള്ളത്. കാരണം കുടിവെള്ളമാണ് മുഖ്യം എന്ന രീതിയിലുള്ള CPI എക്സിക്യൂട്ടീവ് തീരുമാനം വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രിമാർ ആ തീരുമാനം എങ്ങനെ ഈ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് സുപ്രധാനമാണ്. എപ്പോഴാണ് മന്ത്രിസഭാ യോഗം നടക്കുക? പ്രജിൻ ക്രിസ്റ്റീന, എന്തായാലും എല്ലാവരുടെയും ആകാംക്ഷ അത് തന്നെയാണ്. കാരണം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എന്ത് തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ചേർന്ന CPIയുടെ ജില്ലാ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമായിരുന്നു ഉയർന്നത്. അവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു ബ്രൂവറി പ്ലാന്റ് വേണ്ട എന്ന് തന്നെയാണ് CPIയുടെ ജില്ലാ നേതൃത്വം ഏകകണ്ഠമായി നിലപാട് സ്വീകരിച്ചത്. ഇത് സംസ്ഥാന കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാന കമ്മിറ്റി ഇന്നലെ നിർവാഹക സമിതി യോഗം ചേർന്നിരുന്നു. അതിൽ പങ്കെടുത്തിരുന്ന CPI മന്ത്രിമാർ ഈ പദ്ധതിയെക്കുറിച്ച് ആദ്യ മന്ത്രിസഭയിൽ തന്നെ വിഷയം ഉയർന്നപ്പോൾ തന്നെ തങ്ങൾ എതിർപ്പ് ആയിട്ടാണ് വിശദീകരിച്ചത്. എന്തായാലും അങ്ങനെയാണ് CPI സംസ്ഥാന സെക്രട്ടറി അടക്കം ഇടതു മുന്നണി യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കാനായി തീരുമാനിച്ചത്. അതായത് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രം ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാടാണ് അവർ ഇന്നലത്തെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ തീരുമാനിക്കുകയും അത് ഇടതുമുന്നണിയെ അറിയിക്കുകയും ചെയ്തു. സ്വന്തം മുന്നണിയിൽ തന്നെ പ്രധാനപ്പെട്ടൊരു കക്ഷി ഇങ്ങനെ ഒരു തീരുമാനമായി എടുക്കുമ്പോൾ സർക്കാരിന് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളതാണ് ആകാംക്ഷ. കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം ഏകകണ്ഠായി പറഞ്ഞിരുന്നു. അതായത് എന്തൊക്കെ എതിർപ്പ് വന്നാലും പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തെ വിമർശനത്തോട് മറുപടി പറഞ്ഞത്. എന്തായാലും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ എതിർ ശബ്ദം ഉയർത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു അജണ്ട ഇന്ന് മന്ത്രിസഭയിൽ വരുന്നത് ഈ ജീവപര്യന്തം തടവ് ശിക്ഷ കാലാവധി പൂർത്തിയാക്കിയിട്ടുള്ള തടവുകാരെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. മുമ്പ് നേരത്തെ തന്നെ ഈ കൊടിസുനിയും അതേപോലെ തന്നെ TP കേസിലെ പ്രതികളെയൊക്കെ ഇടക്കാലത്ത് അവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഇറക്കിയ സമയത്ത് വലിയ വിവാദം ഉയർന്നിരുന്നു. ഇത്തവണത്തെ ലിസ്റ്റിൽ ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളതും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കാൻ പോകേണ്ടതുകൊണ്ടായിരുന്നു നാളെ ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചത്. ശരി, അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ അവരുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ റിവർ വ്യൂ പാർക്കിനകത്ത് ഞാൻ പറഞ്ഞ ഓപ്പൺ ജിം ഉണ്ട്. ഇവിടെ ഒരുപാട് പേർ രാവിലെ തന്നെ എക്സസൈസ് ഒക്കെ ആയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. പേരെന്താ? എല്ലാ ദിവസവും ഇവിടെയാണോ വരുന്നത്? എത്ര നേരം പ്രാക്ടീസ് ചെയ്യും? 1 മണിക്കൂർ. അപ്പോൾ അത് മസ്റ്റാണ് എക്സസൈസ്? മസ്റ്റാണ്. എന്ത് ചെയ്യുന്നു? ജോലിയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് റിഫ്രഷ്ഡ് ആയിട്ട് ജോലിക്ക് പോകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? നല്ല സുഖമാണ്. സ്ട്രെസ് കുറയുന്നുണ്ടോ എക്സർസൈസ് ചെയ്യുമ്പോൾ? അതെ, അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നല്ല കാര്യമാണ് എക്സർസൈസ്. അപ്പോൾ താങ്കൾ ഒറ്റയ്ക്ക് എക്സർസൈസ് ചെയ്യാം എന്ന് വിചാരിക്കേണ്ട, ഇത് മറിയില്ലല്ലോ അല്ലേ? അടുത്ത വാർത്തയോടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മോർണിംഗ് വാക്ക് നമ്മൾ ഒരു കുഞ്ഞ് അതിഥിയെ നമ്മൾ കണ്ടു. അവിടെ നിന്ന് വളരെ ആക്റ്റീവാണ്. അവിടെ മുതിർന്നവരുമായിട്ടൊക്കെ നന്നായി ഇന്ററാക്ട് ചെയ്ത് ആളിങ്ങനെ എന്തൊക്കെയോ ചൂണ്ടിക്കാട്ടിയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോ അതെ, കാഴ്ചയൊക്കെ ആസ്വദിച്ച് മാത്രമല്ല ഈ വരുന്ന ഇവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ ഹായ് പറയുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കുക. പ്രകൃതി മനോഹാരിത കണ്ടോ. അപ്പൊ ഇങ്ങനെ 2 കൈയും വിരിച്ച് അച്ഛാ എന്നെ എടുക്കുമോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഞാൻ ചിലപ്പോ ഇങ്ങനെ ഡയലോഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഡയലോഗ് ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അടുത്ത സ്റ്റോറിയിലേക്ക് നമുക്ക് പോവാം. അതാ അവിടെ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചേച്ചി പേരെന്തുവാ? എന്റെ പേര് ആനന്ദവല്ലി. എവിടെയാ സ്ഥലം? എവിടെയാ? ഇവിടെ തന്നെ. അപ്പൊ എല്ലാ ദിവസവും ഇവിടെ പാർക്കിൽ വന്നിട്ട് എക്സസൈസ് ചെയ്യോ? എത്ര മണിക്കൂർ എത്ര മിനിറ്റ് ചെയ്യും? ഇത് ഓരോന്നും 2 മിനിറ്റ് 3 മിനിറ്റ് ഇതൊക്കെ ചെയ്യും. ഒന്ന് പൊക്കി നോക്കട്ടെ. നല്ല വെയിറ്റ് ഉണ്ടല്ലേ? വേണ്ട എന്നെ അപമാനിക്കാൻ, പൊതുസ്ഥലത്ത് വെച്ച് എന്നെ അപമാനിക്കാനാണല്ലേ? അപ്പൊ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ക്രിസ്റ്റീന ചെറിയാൻ. അടുത്ത വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. റെഡി? ചെറിയാൻ പാടില്ല, സ്ട്രെയിറ്റ് ആകണം. ചെറിയാൻ പാടില്ല കേട്ടോ.
ഒന്നുകൂടെ. ആ, ഒരു 2 കൂടെ. ആ ആ ജന്മന എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ആ, അതുണ്ടാവും. ചേച്ചി പറയുന്നുണ്ടോ ഒരു കൈ പൊങ്ങുന്നില്ലെന്ന്. ആ ആ, നന്നായിട്ടുണ്ട്. ആ, അതെ അതെ അതെ. അപ്പൊ എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ ഇനി. അപ്പൊ താങ്ക് യു ചേച്ചി. ചേച്ചി ഒരു കാര്യമുണ്ട്, ഈ സ്ട്രെസ് കുറയുന്നുണ്ടോ? ഈ കുറയുന്നുണ്ട്. അപ്പൊ പ്രേക്ഷകരോട് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞു. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് വേണം. ന്യൂസ് കാണുന്നുണ്ട്, തുടർന്നും കാണണം കേട്ടോ. അപ്പം താങ്ക് യു എക്സസൈസ് ചേച്ചി. നടക്കട്ടെ. യെസ്, അടുത്ത ഇവരെല്ലാവരും സ്റ്റോറിയിലേക്ക് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്ട്രെസ് കുറയും എക്സർസൈസ് ചെയ്താൽ, മോർണിംഗ് വാക്ക് ചെയ്താൽ എന്നാണ് പ്രേക്ഷകർ കുറച്ച് മുമ്പ് കണ്ടതുപോലുള്ള എക്സസൈസ് ചെയ്യരുത് കേട്ടോ. അത് പ്രത്യേകമായിട്ടുള്ളൊരു ഉപദേശമാണ്. ഇപ്പൊ ചില സിനിമയിൽ നമ്മുടെ ജഗത് ചേട്ടനൊക്കെ വരുന്ന പോലെ ആരെങ്കിലും ഒരു വെള്ളം എന്താ സുരാജ് ambulance ഒക്കെ നിർത്തി ഒരു ഓലക്കീറോ വെള്ളത്തുണി ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് പറയുന്ന അവസ്ഥയായി. നിലവിളി ശബ്ദമിടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്ത്യൻ അടുത്ത വാർത്ത വായിക്കാൻ പോകുന്നത്. വലിയ പ്രതീക്ഷകളോടെയാണ് ഫെബ്രുവരി 1 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന പൊതു ബജറ്റിനെ കേരളം കാണുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള സാമ്പത്തിക പാക്കേജാണ് സംസ്ഥാനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനം. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിലും കാലങ്ങളായി കാത്തിരിക്കുന്ന എയിംസിലും ഇത്തവണ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഒന്ന് വയനാട് തന്നെയാണ്. വയനാട് അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ ഫണ്ടിങ് വന്നിട്ടില്ല ആവശ്യമായി. അപ്പോൾ ആ ഫണ്ടിങ് ഈ ബഡ്ജറ്റിലൂടെ വരുമെന്നാണ് ഇപ്പോഴുള്ള നമ്മുടെ പ്രതീക്ഷ. കടൽക്ഷോഭത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾക്ക് കേരളം കേന്ദ്ര സഹായം തേടിയിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന് കേന്ദ്രം നൽകാമെന്നേറ്റ വിഹിതം എത്രയും വേഗം ലഭ്യമാക്കണമെന്നാണ് മറ്റൊരാവശ്യം. സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈനിന്റെ കാര്യത്തിലും ഇത്തവണ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ അധിക റെയിൽവേ പാത നമ്മൾ സിൽവർ ലൈനിൻ്റെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് മുമ്പിലാണത്. ഇത് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു നിർദ്ദേശം അതിവേഗ റെയിൽവേ സിസ്റ്റം കേരളത്തിൽ വേണം. അതിൽ ടെക്നോളജിയെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം കേന്ദ്ര ഗവൺമെൻറ് വെക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തിനായി കേരളം കേന്ദ്രത്തോട് ഫണ്ട് തേടിയിട്ടുണ്ട്. ഒപ്പം കാലങ്ങളായി കാത്തിരിക്കുന്ന എയിംസിന്റെ പ്രഖ്യാപനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 24 ഡൽഹി. ഹലോ, അപ്പൊ ആ കുഞ്ഞു ബാവ എനിക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഹായ്, ഹലോ, ഹലോ, ബോലോ ഹായ്. ഹായ്, हेलो ഹലോ. बोलो, ये लो पकड़ो, हाय बोलो, हाय हेलो बोलो ना बोलो, नहीं बोलोगे, बोल दो हेलो बोल दो. ക്യാമറ കണ്ടിട്ട് പേടിച്ചിട്ടാ കേട്ടോ. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പൊ നടക്കട്ടെ. താങ്ക് യു. അപ്പൊ ക്യാമറ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആള് പേടിച്ചു പോയി. പക്ഷെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാണ്. നമുക്ക് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ചേച്ചി മാറാൻ മാറാൻ പോണില്ല. ചേച്ചി ഇല്ല. ഇതിപ്പോ എത്ര നേരമായിട്ട് ചെയ്യുന്നു? 5 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെയാണ്. ആരോഗ്യത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട് അല്ലേ? ഒരു ദിവസത്തെ ആരോഗ്യമാണ് ഇവിടെ എടുത്തോണ്ട് പോകുന്നത്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും നടത്തുന്ന ഒരു ഷോർട്ട് സർവേ ആണ്. സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇങ്ങനെ എല്ലാവരും എന്താണ് പറയുക, ആബാലവൃദ്ധം ജനങ്ങളുണ്ട് ഇവിടെ എന്ന് പറയാം അല്ലേ? ആബാലവൃദ്ധം എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് വന്ന് അവർ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നത് സന്തോഷമുള്ള കാഴ്ചയാണ് അല്ലേ? വെൽക്കം ബാക്ക്. അപ്പൊ കോന്തുരുത്തി റിവർ വ്യൂ പാർക്കിൽ നമ്മുടെ മോർണിംഗ് വാക്കിംഗ് അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേരുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചറിയുന്നൊക്കെ ഉണ്ട്. വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കണമല്ലോ. അതെ, ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടമാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം നല്ല ഗംഭീര പോരാട്ടത്തിലാണ്. യമുനാ നദിയിലേക്ക് അമോണിയ ഒഴുക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ആരോപണത്തിൽ ഹരിയാന സർക്കാർ നിയമ നടപടിക്കൊരുങ്ങി. ആം ആദ്മി പാർട്ടി നൽകിയ പരാതിയിൽ ഹരിയാന സർക്കാരിനോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി തേടിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും പ്രചാരണത്തിനായി ഇറങ്ങുന്നുണ്ട്. പട്പർഗഞ്ചിലെയും ഓഖ്ലയിലെയും റാലികളെ രാഹുൽ ഗാന്ധി ഇന്ന് അഭിസംബോധന ചെയ്യും. ഇനി വേണമെങ്കിൽ ക്രിസ്റ്റീന ചെറിയാണ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മിസ്റ്റർ, ഇത് കുട്ടികൾക്കായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നേരത്തെ ആ ലിഫ്റ്റിംഗ് നമ്മൾ കണ്ടതാണ്. ആരോ ഏതൊരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. കോട്ടക്കൽ അങ്ങനെയൊന്നും കളിയാക്കണ്ട. അവിടെ മിൻചേച്ചി പറയാം, പ്രജിന് അങ്ങനെ പലതും പറയാം, അതൊന്നും കേട്ടോണ്ട് ചെയ്യാൻ നിൽക്കരുതെന്ന്. ഇതിനകത്ത് കയറുന്നോ? ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഞാനൊരു പ്രായവും പക്വതയൊക്കെ ഉള്ള ഒരു സ്ത്രീ അല്ലേ. ശരി. അപ്പൊ നമുക്ക്
ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന നല്ലൊരു സദ്യ. സദ്യയോ? നല്ലൊരു സദ്യ വായിച്ചു നോക്ക. അപ്പൊ കൊല്ലം മൺട്രോത്തുരുത്തിലെ എസ് വളവിലാണ് രുചിയുടെ കേന്ദ്രമായ ജയ് ജവാൻ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉള്ളത്. ആ ഹോട്ടലിൽ ഒരു പ്രത്യേകതയുണ്ട്. നല്ല സദ്യ ആണല്ലേ? കായലോര സദ്യ കഴിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടുവരാം. ഇന്ന് ഒരു വ്യത്യസ്തമായ സദ്യയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അഷ്ടമുടി കായലിലെ മത്സ്യങ്ങളുടെ സദ്യ, ഒരു കായൽ സദ്യ. അത് കഴിക്കാനാണ് മറ്റെങ്ങുമല്ല, മൺട്രോത്തുരുത്തിലെ എസ് വളവിലുള്ള നമ്മുടെ ഒരു പഴയ പട്ടാളക്കാരൻ ചേട്ടൻ്റെ കടയാണ്. ബാ, നമുക്ക് പോയി കഴിക്കാം. നമ്മളേതാണ്ട് ഇവിടേക്ക് വിളിച്ചത് നമ്മുടെ മൺട്രോത്തുരുത്തുള്ള സൈത്താണ്. സൈത്താണ് ഈ കട നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സൈത്തിന്റെ വിശ്വാസത്തിന് പുറത്താണ് നാടെ ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമ്മൾ ഈ കട പരിചയപ്പെടുത്തുന്നത്. വിശ്വസിക്കാം. കാറിന്റെ ദിശയിൽ പറന്നുയരുന്ന മസാലക്കൂട്ടുകളുടെ ഗന്ധം വല്ലാതെ കുതിപ്പിക്കും. വായിൽ കപ്പലോടുമെന്ന് നിസ്സംശയം പറയാം. പിന്നീട് ഈ കടയിലേക്കുള്ള ആശയം എങ്ങനെയാണ്? കടലിലെന്ന് വെച്ചാൽ ഞാൻ 3 വർഷമായി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. നല്ല മൺട്രോത്തുരുത്തുകാരൻ തന്നെയാണോ? ആണെന്ന് മണ്ടത്തുരുത്ത് പട്ടംതിരുത്ത് പാട്ട്. 3 വർഷത്തിലേറെ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. ഫുഡിന് നമ്മൾ കംപ്ലൈന്റ് ഇല്ല. കോംപ്രമൈസ് ഇല്ലാത്ത ഫുഡാണ്. നല്ല ഫുഡ് കൊടുക്കുക. നമുക്കൊന്ന് കയറി കണ്ടാലോ? കരിമീൻ പൊള്ളിച്ചത്, താറാവ് റോസ്റ്റ്, തലക്കറിയും ചെമ്മീൻ ഫ്രൈയും, ഞണ്ട് റോസ്റ്റും മീൻകറിയും കല്ലുമക്കായും, കക്കത്തോരനും കപ്പ വേവിച്ചതും തുടങ്ങി മീൻ വിഭവങ്ങളുടെ നീണ്ട നിര. ആറമ്മമാരുടെ കൈപുണ്യമാണ് ഇവിടുത്തെ വിഭവങ്ങളുടെ രുചിക്കൂട്ട്. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ആഹാരം പാചകം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചെയ്യുന്നത്. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും വൃത്തിയായിട്ടും, പിന്നെ പൊടികളെല്ലാം ഞങ്ങൾ തന്നെ പൊടിക്കുന്നത്. എത്ര സാധനം ഉണ്ടാക്കിയാലും 2 കിലോ എണ്ണ ഒഴിച്ച് ചെയ്താലും ആ എണ്ണ നമ്മൾ ഒരിക്കലും വീണ്ടും ഉപയോഗിക്കത്തില്ലെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ ആഹാരം എന്നും കഴിക്കുന്നത്. ദിനംപ്രതി ലഭിക്കുന്ന കായൽ മത്സ്യങ്ങൾ വൃത്തിയാക്കി നാടൻ മസാലകൾ ചേർത്ത് തീൻമേശകളിലേക്ക് എത്തും. ചട്ടിച്ചോറിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ട എല്ലാ ഡിഷസും ഉണ്ട്. ഇപ്പം ഒരു വ്യത്യസ്തത കണ്ടത് ഒരു തൈരിനൊപ്പം നല്ല തൈര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇങ്ങനെ കഴിക്കുമെന്നുള്ള കാര്യത്തിൽ അത്ഭുതം. വീട്ടിൽ അതേ രുചിയിൽ വളരെ ടേസ്റ്റിയായി കുറച്ച് ചേച്ചിമാരുണ്ടാക്കുന്ന ഫുഡാണ്. നന്നായി നല്ല തിരക്കുമാണ്. വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ശനി ഞായർ ദിവസങ്ങളിൽ പരമാവധി ഒഴിവാക്കുക. കാരണം അത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരൻ കൂടിയ നമ്മുടെ പ്രാദേശിക ലേഖൻ കൂടിയ സൈത്ത് എന്നോട് കുറച്ചും പറഞ്ഞത്. ഏതായാലും എല്ലാവരും വന്ന് മസ്റ്റായി കഴിക്കുക. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. യെസ്, അപ്പൊ അതാണ് ജവാൻ ഹോട്ടലിലെ വിശേഷങ്ങൾ. ഇതാ ഇവിടെ ക്രിസ്ത്യൻ അച്ഛൻ്റെയും മാരകമായ എക്സസൈസ് ആട്ടോ. മാരകം എങ്ങനെയുണ്ട്? നന്നായി സ്ട്രെസ് കുറയുന്നുണ്ട്. അങ്ങയുടെ കൂടെ നടക്കുമ്പോൾ ചില സ്ട്രെസ് ഉണ്ടായിരുന്നു. ആ സ്ട്രെസ് മുഴുവൻ ഞാൻ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എത്രയായി? എത്ര എണ്ണമായി? 50. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ 5 മിനിറ്റ് നേരത്തിൽ 5 എണ്ണം എടുത്തു അല്ലേ? പക്ഷെ എന്നാലും നമ്മൾ മറ്റേ പാർക്കിൽ പോയപ്പോ എനിക്കിത് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച്. എക്സർസൈസ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് കായിക വാർത്തകളിലേക്കാണ്. സ്പോർട്സ് ന്യൂസ്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നെയ്മാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോളർ ക്ലബ്ബ് മാറുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തിരികെ ബ്രസീലിലേക്ക് പോവുകയാണ് താരം. അൽ ഹിലാലുമായുള്ള എല്ലാ കരാറും വിട്ടു, എല്ലാം ഒഴിവാക്കി എന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. അൽ ഹിലാൽ റദ്ദാക്കിയിരിക്കുന്നു. പരിക്കിനെ തുടർന്ന് അൽ ഹിലാലിനായി ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ കളിച്ചത്. നെയ്മർ ബ്രസീൽ ക്ലബ്ബ് സാന്റോസുമായി കരാറിലെത്തി എന്നതാണ് ഏറ്റവും പുതിയ വിവരം. സാന്റോസിലാണ് നെയ്മർ തന്റെ ഫുട്ബോൾ കരിയർ ആരംഭിച്ചത്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങി? അതെ, എവിടെ തുടങ്ങി അവിടേക്ക് തിരികെ എത്തുന്നു നെയ്മർ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ മെസ്സി കൂടെ ബാഴ്സലോണയിൽ ഒന്ന് എത്തിയിരുന്നെങ്കിൽ. മെസ്സി ഫാനായ ക്രിസ്ത്യൻ അച്ഛൻ അതല്ലേ പറയുള്ളൂ. ബാഴ്സയിലേക്ക് തിരികെ എത്താനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമ്മുടെ സാങ്കേതിക വിദഗ്ധരൊക്കെ പറയുന്നത്. എന്തിനാ സാങ്കേതിക വിദഗ്ധർ പറയുന്നത്? സ്പോർട്സ് വിദഗ്ധർ പറയുന്നത്.